ഒരുപാട് സ്റ്റുഡൻസിന്റെ കൺസേൺ ആണ് ലാറ്റ്വിയയിൽ സ്കോളർഷിപ്സ് അവൈലബിൾ ആണെങ്കിൽ അങ്ങോട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂറോപ്പിൽ ഇൻ ജനറൽ ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിനായി ഒരു മേജർ ഷെയർ ഓഫ് ഫണ്ട്സ് തന്നെ യൂറോപ്യൻ യൂണിയൻ മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു റീസൺ. അതുകൊണ്ടാണ് ലോക്കൽസിന് ഫ്രീ എഡ്യൂക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ പോപ്പുലേഷൻ വളരെ കുറവായതിനാൽ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുടെ പെർക്സ് ചിലപ്പോഴെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അവൈൽ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ. Hi, I'm enrolling today. Can you let me know how much I owe you? Nothing, it's free. പക്ഷേ ഇതിലുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പ്രീ റിക്വസൈറ്റ് ആയിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ലാറ്റ്വിയയിൽ നിങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാറ്റ്വിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആണ്. അപ്പോൾ യാതൊരുവിധ എക്സ്പോഷറും ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് ഒരു യൂറോപ്യൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലാണ് മറ്റ് സ്കോളർഷിപ്സിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തീരുക. സ്റ്റേറ്റ് ഫണ്ടഡ് സ്കോളർഷിപ്സ്, പ്രൈവറ്റ് സ്കോളർഷിപ്സ്, യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്സ് കൂടാതെ യൂറോപ്യൻ യൂണിയൻ തന്നെ ഫണ്ട് ചെയ്യുന്ന ഇറാസ്മസ് പോലുള്ള സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ലാറ്റ്വിയയിലുണ്ട്. പ്രൈവറ്റ് സ്കോളർഷിപ്സിന് എക്സാമ്പിൾ ആണ് NGOs ഓഫർ ചെയ്യുന്ന സ്കോളർഷിപ്സ്, അലുമിനി സ്കോളർഷിപ്സ്, TSIയിൽ കൊടുക്കുന്ന പോലെയുള്ള ലോയൽറ്റി ഗ്രാൻഡ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ മേസൺസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവയെല്ലാം. ഇതെല്ലാം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്നാൽ ഈ ഓരോ സ്കോളർഷിപ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഡെഡ് ലൈൻസും എല്ലാം വേരിയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഏജൻസിയും സ്കോളർഷിപ്സിന്റെ കേസിൽ സ്റ്റുഡൻസിന് ഒരു ഗ്യാരണ്ടിയും കൊടുക്കില്ല. അത്തരമൊരു കമ്മിറ്റ്മെന്റ് അവർ ഏറ്റെടുത്ത് വെക്കുകയുമില്ല. ബിക്കോസ് സ്കോളർഷിപ്സ് കിട്ടുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ്റിന്റെ പ്രൊഫൈലിന്റെ ബേസിസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ സ്കോളർഷിപ്പ് നിങ്ങളുടെ സെയിം പ്രൊഫൈലുള്ള സ്റ്റുഡൻറ്റിന് ലാസ്റ്റ് ടൈം കിട്ടി എന്ന് വെച്ച് ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ദിസ് ടൈം യു ഗെറ്റ് ദ സെയിം സ്കോളർഷിപ്പ്. ബിക്കോസ് ദിസ് ഇയർ സ്റ്റുഡൻറ് പൂൾ ഡിഫറെന്റ് ആണ്. അപ്പോൾ ചാൻസസ് ആർ ദാറ്റ് നിങ്ങളെക്കാൾ എലിജിബിൾ ആയ ഒരു സ്റ്റുഡൻറ്റ് ആ സ്റ്റുഡൻറ് പൂളിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്കോളർഷിപ്സ് കിട്ടാനുള്ള നിങ്ങളുടെ ചാൻസസും കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് എ സ്റ്റുഡൻറ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ഫൈൻഡ് ദ സ്കോളർഷിപ്സ് ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ ആൻഡ് അപ്ലൈ ഫോർ ദം ഇൻ ദ ഡ്യൂ ടൈം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാസ്മസ് സ്കോളർഷിപ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇറാസ്മസ് എന്നുള്ള സ്കോളർഷിപ്പ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് യൂറോപ്യൻ യൂണിയൻ ഓഫർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. Because Erasmus is the European initiative, European Commission, which allows students within the Europe to travel from one institution to another institution by receiving the scholarship. In your particular case, let's say it means that once you become our full-time student, you will be equal as our domestic student. So you will be having exactly the same rights, which will entitle you as well to use the Erasmus scholarship. ഇറാസ്മസ് രണ്ട് തരത്തിലാണുള്ളത്. ഇറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമും ഉണ്ട്, ഇറാസ്മസ് പ്ലേസ്മെന്റ് പ്രോഗ്രാമും ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം സെലക്ട് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് പിന്നീട് ഇറാസ്മസ് പ്ലേസ്മെന്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ സ്റ്റഡീസിന്റെ തേർഡ് ഇയറോ ഫൈനൽ ഇയറോ ആവുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കൺട്രിയിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, so towards the third year or final year you search for the universities in different countries which offers English taught programs. നിങ്ങളുടെ സെയിം പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത് എന്നിരിക്കട്ടെ. BSc നഴ്സിംഗ് ഇംഗ്ലീഷിൽ ഓഫർ ചെയ്യുന്ന, ആസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടത്, സോ ഇംഗ്ലീഷിൽ ഓഫർ ചെയ്യുന്ന വേറെ യൂണിവേഴ്സിറ്റീസിനെ സെർച്ച് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുക. വൺസ് യു ഗെറ്റ് അക്സെപ്റ്റഡ്, നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങളുടെ ഒരു സെമിസ്റ്ററോ 2 സെമിസ്റ്ററോ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളുടെ പേരന്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു വരാം. You can use the Erasmus scholarship and apply for the Erasmus studies, let's say in Germany, in Italy, in Sweden. In case of Riga Technical University, you know yourself, we have 300 plus partners across whole of the Europe. To use Erasmus, it has to be within the European Union. ഇനി ഫൈനൽ ഇയറിലാണ് നിങ്ങളിത് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷന്റെ സമയത്ത് നിങ്ങൾ ഇൻകർ ചെയ്യുന്ന ലിവിംഗ് എക്സ്പെൻസസ് എല്ലാം യൂറോപ്യൻ യൂണിയൻ കവർ ചെയ്യുന്നതായിരിക്കും. And we from the RTU pay you the scholarship of 600 to 700 euros per month to cover your living costs so that you can study at the selected institution. മാത്രമല്ല, നിങ്ങൾ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം നിങ്ങൾ പാരന്റ് യൂണിവേഴ്സിറ്റിയിൽ എത്ര ട്യൂഷൻ ഫീസ് ആണോ കൊടുത്തത് സെയിം ട്യൂഷൻ ഫീസ് തന്നെ കൊടുത്താൽ മതിയാവും.
ഇനി ലിവിങ് എക്സ്പെൻസസ് നിങ്ങളുടെ പേരൻറ്റ് കൺട്രിയിൽ, അതായത് നിങ്ങളുടെ പേരൻറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണോ ഉള്ളത്, സേ ലാറ്റ്വിയയുടെ ലിവിങ് എക്സ്പെൻസസ് ആയിരിക്കില്ല ജർമ്മനിയുടെ ലിവിങ് എക്സ്പെൻസസ്. ഇറ്റ് ഡിഫേഴ്സ് ആൻഡ് ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ജർമ്മനിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ള ലിവിങ് എക്സ്പെൻസസ് ആയിരിക്കും നിങ്ങൾ ജർമ്മനിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പോഷറാണ്. അതായത് ഓൾറെഡി നിങ്ങളൊരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു യൂറോപ്യൻ കൺട്രിയുടെ കൂടെ എക്സ്പോഷർ കിട്ടുകയാണ്. സോ അവിടുത്തെ ഗവൺമെൻറ്റിനും അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെയാണ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റിനെയാണ് ആവശ്യം. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോഗ്രാം, ദാറ്റ് ഇസ് ദി ഇറാസ്മസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. ഇറാസ്മസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഫൈനൽ ഇയറോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം വിതിൻ എൻ ഇയർ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വേറൊരു കൺട്രിയിൽ പോയി നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം, അതും ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ട് തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷനിൽ നിങ്ങൾ ഇൻകർ ചെയ്യുന്ന ലിവിങ് എക്സ്പെൻസസ് ഗവൺമെൻറ് യൂറോപ്യൻ യൂണിയൻ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ലിവിങ് എക്സ്പെൻസസ് ഓഫ് ദാറ്റ് കൺട്രി. സോ ഈ ഇന്റേൺഷിപ്പ് ബാഗ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ടുവേർഡ്സ് ദ ഫൈനൽ ഇയർ യു ലിസ്റ്റ് ഔട്ട് ഓൾ ദ കമ്പനീസ് ദാറ്റ് ആർ റെലവെന്റ് ടു യുവർ കോഴ്സ് ആൻഡ് യുവർ ഇൻഡസ്ട്രി. എന്നിട്ട് അവർക്ക് മെയിൽ അയക്കണം സെയിങ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ആൻ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ദെയർ. ആൻഡ് വൺസ് നിങ്ങൾ അവിടെ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്യൻ യൂണിയൻ ഫണ്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പോഷറും പോസിബിൾ ആണ്. മാത്രമല്ല ഫ്രഷ്ലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലാക്ക് ഓഫ് റെലവെന്റ് എക്സ്പീരിയൻസ് എന്നുള്ളത്. സോ അതും കവറായി പോവുകയാണ്, ബിക്കോസ് ഈ ഇന്റേൺഷിപ്പിലൂടെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റെലവെന്റ് വർക്ക് എക്സ്പീരിയൻസും ഗെയിൻ ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇറാസ്മസ് പ്രോഗ്രാം. ഇനി ഇറാസ്മസ് പ്രോഗ്രാമിന് എലിജിബിൾ ആവണമെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയാസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്? It's quite easy to get the scholarship place on the condition that you are a successful student, because you are not allowed to have any academic debts and your average grade has to be 7 out of 10. So then if you are considering to do Erasmus, if you are after the scholarship, then if you cannot get up in the morning for your class and starting to have backlogs and want to go on the scholarship, those two don't mix. So you attend your classes, pass your exams, and then you will qualify for the scholarship as well. Maximum you can get scholarship for 1 year. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ ഇറാസ്മസ് അപ്ലൈ ചെയ്യുന്നത് വരെയുള്ള നിങ്ങളുടെ സ്റ്റഡീസിൽ 70% മാർക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകും, അത് ക്ലിയർ ചെയ്യണം. ആൻഡ് ബാക്ക്ലോഗ്സ് ഒന്നും പാടില്ല. സോ ആസ് ഓഫ് നൗ ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ്. ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ ഈതർ ഇറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഇറാസ്മസ് പ്ലേസ്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്കോളർഷിപ്സ് ഇൻ ലാറ്റ്വിയ. ഐ ഹോപ്പ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലാറ്റ്വിയയിലെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന്. ആൻഡ് ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വി വിൽ ബി ആൻസറിങ് ദം പ്രോംപ്റ്റ്ലി. സോ അൺടിൽ വി മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ, ബൈ.